ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ട്രക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ പോയത് അട്ടപ്പാടിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. കുറേ കാലമായി ഒരു വ്ളോഗ് എടുത്തിട്ട് അതിൻ്റേതായ നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് വരാം. എവിടെ? ആനക്കുഴിയിലാണ് ഗൈസ്. നമ്മൾ ക്ഷീണിച്ചു. ഒരു കുന്ന്. ഗൈസ്, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഒന്നും സേഫ് അല്ല കേട്ടോ. നമ്മൾ കറക്റ്റ് 6:30 ആകുമ്പോൾ റിട്ടേൺ ഇറങ്ങണം ഗൈസ്. നമ്മളിനി ഇതാ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോണത്. It was all a dream. ഫുള്ളൊരു കാടാണ്. അവിടുന്ന് അവർ വരുന്നേ ഉള്ളൂ. വേഗം വാ. ശരിക്കും ഇനി അത് വഴിയാ? ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നമുക്ക് ഇതിലേ പോവാം. ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. ഇനിയും കുറേ നടക്കാനുണ്ട്. വഴി ഒന്ന് നോക്കി നോക്കണം. ശരിക്കും കുത്തനെ ഒരു വഴിയാണ് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് എന്തായിരിക്കും കാണാൻ പോകുന്നത് നോക്കാം. ശരിക്കും ടയേർഡായി. കുറച്ച് നിന്ന് ഒരു കുപ്പി 2 കുപ്പി വെള്ളമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതിനുള്ളിൽ പാമ്പുണ്ടോ, പഴുതാരിയുണ്ടോ, പുലിയുണ്ടോ ഒന്നും അറിയില്ല. പുലി വന്നപ്പോൾ ഫസ്റ്റ് മുകളെത്തു. അത് ഇറക്കത്തിൽ കഴിയാത്ത ആദ്യം താഴെത്തു. ഉറണ ഓട്ടാവൂ. പേടിപ്പിച്ചാണ്ടല്ലോ. ശരിക്കും നോക്കി നമുക്ക് പേടിയാവും അത് കാണുമ്പോ തന്നെ. എത്തി. വീണ്ടും നമ്മളൊരു കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ കണ്ട വ്യൂ പോയിന്റിൽ എത്തണമെങ്കിൽ കുറച്ചും കൂടെ നടക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് അലൗഡ് ആക്കി വെച്ചിരിക്കുന്നത്. കിങ്ങിണി ഗൈസ്, നമ്മളിനി കോട വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ പോയിന്റിലേക്ക് അവിടെ നന്ദു ഇട്ടിട്ടുണ്ട്. നന്ദത്തിലവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ അലൗഡ് അല്ല എന്ന് പറയാൻ കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമായിരിക്കണം അല്ലേ? ഒരു കുട്ടി ഇവിടെ പെട്ടില്ലേ താഴത്ത്, അത് കാരണമാണ്. അല്ലാണ്ട് വേറെ പ്രശ്നമല്ല. അത് കുട്ടി വിട്ടുകൂടെ ഇതില്ല, സേഫ്റ്റി ഇല്ലല്ലോ. അതാ കാണുന്നു മോള്. ശരിക്കും ഇത് അലൗഡ് അല്ല എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടുള്ള വഴി അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറും. നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും.
ബാക്കിലുള്ളവരൊന്നും കാണാനില്ല ഗൈസ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമാണ് വന്നിട്ടുണ്ടാവുകയെന്ന്. പക്ഷേ ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കയറി വന്നപ്പോൾ. വേറെ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ. പേടിക്കേണ്ട ആവശ്യമില്ല. ഗൈസ് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 5 മണിയാവാനായി അല്ലേ? 5 മണിയാവാനായി. ഗൈസ് നമ്മൾ വിചാരിച്ചു കോടാന്ന് പറഞ്ഞാലും പോരാ, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണില്ല. അമ്മാതിരിയാണ്. എന്തായാലും ഞങ്ങളൊക്കെ വരണം. ഇങ്ങോട്ട് വന്നാൽ കയറ്റൂല, പക്ഷേ നമ്മളെങ്ങനെയെങ്കിലൊക്കെ വരണം. എന്താ പറയണത് അങ്ങനെ? ഒരു പുഷ്പം മാത്രം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ആനക്കുഴി വ്യൂ പോയിന്റ്. അടിപൊളിയാണ്. നമ്മൾ വിചാരിച്ചതിനും കാട്ടി അത്യാവശ്യം നല്ല കോടയുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മളടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ കോട ഇങ്ങനെ മൂടി നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മൾ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ അത്രയും കാടാണ് ഫുള്ള്. വന്ന വഴി ഫുള്ളും കാടായിരുന്നു. അവിടെ ഫോറസ്റ്റുകാർ അവിടത്തേക്കുള്ള ഇതൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുമായിരുന്നു. നമ്മൾ അവരെ കാണാതെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നമാണ്. അവിടെ ആരോ മരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്, ഏതൊരു കുട്ടി അവിടെ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊരു ന്യൂസൊക്കെ കേട്ടു. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാനുള്ള പരിമിതി ഇല്ല. അതുകൊണ്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നവും കാരണം നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് വന്നു. കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും വ്യൂ പോയിൻ്റ് അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പറ്റുന്നവരൊക്കെ പോയി വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. എന്തായാലും അടിപൊളിയാണ്. പിന്നെ നമ്മളവിടെ കുറേ പോയി റീൽസൊക്കെ എടുത്തു കേട്ടോ. നമുക്കതാണെങ്കിലും മെയിൻ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.